ഏറ്റവും പുതിയ വാർത്തയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ വരുന്ന വാർത്ത മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധമാണ് നാം കാണുന്നത്. യുവമോർച്ചയുടെ പ്രതിഷേധം, കരിങ്കൊടി പ്രതിഷേധം തുടരുകയാണ്. സംസ്ഥാനത്താകെ യൂത്ത് കോൺഗ്രസിന്റെയും യുവമോർച്ച അടക്കം പ്രതിപക്ഷ പാർട്ടികളുടെ മുഖ്യമന്ത്രി വരുന്നതിന് മുൻപ് ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കരുതൽ, കസ്റ്റഡിയും തടങ്കലും അടക്കമുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്ത് തുടരുന്നു. വാക്കുതർക്കം തുടരുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പി എൽ കിരൺ നമുക്കൊപ്പം ചേരുകയാണ്. കിരൺ, മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാൻ ശ്രമിച്ച യുവമോർച്ച പ്രവർത്തകർ കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങളാണ്. കിരൺ, എന്താണ് വിവരങ്ങൾ? കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉള്ളത്. അതിന് പുറത്ത് പ്രതിഷേധിക്കാൻ എത്തിയിട്ടുള്ള യുവമോർച്ച പ്രവർത്തനമാണ് ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുന്നത്. അല്പസമയം മുമ്പ് ഈ മുഖ്യമന്ത്രി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കരിങ്കൊടി കാണിക്കാനായിട്ടാണ് ഈ യുവമോർച്ചയുടെ പ്രവർത്തകർ എത്തിയത്. അതിൽ ഒരാളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നടക്കാവ് സിഐയും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും ഈ യുവമോർച്ച പ്രവർത്തകർ ഇപ്പോൾ ജീപ്പിലേക്ക് മാറ്റിയിരിക്കുന്നു. നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ ഇയാളെ മാറ്റുന്നത്. ശക്തമായ പ്രതിഷേധം ആണ് പല സ്ഥലങ്ങളിലും പോലീസ് കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സന്നാഹം ഈ ഗസ്റ്റ് ഹൗസിന് പുറകിലും, അതായത് ഫ്രണ്ടിലും മറ്റു സ്ഥലങ്ങളിലുമായി പോലീസിനെയൊക്കെ വിന്യസിച്ച് ശക്തമായ സുരക്ഷയായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. അതിനിടയിലാണ് അല്പസമയം മുമ്പ് യുവമോർച്ച പ്രവർത്തകർ ആദ്യം ഗേറ്റിന് സമീപത്തേക്ക് എത്തി അകത്തുകൂടി തങ്ങൾക്ക് വീട്ടിലേക്ക് പോകണമെന്നുള്ള ആവശ്യമായി പോലീസിന്റെ അടുത്തേക്ക് എത്തുന്നത്. അതിനുശേഷം അവിടെ നിന്നും മടങ്ങുന്ന തരത്തിൽ അവർ മാറുകയും അതിന് പിന്നാലെ തന്നെ ഈ പോലീസിനായി ഇവർ യുവമോർച്ച പ്രവർത്തകരാണ്, പ്രതിഷേധിക്കാൻ വന്നാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രവർത്തകരെ സ്ഥലത്തു നിന്നും ബലം പ്രയോഗിച്ച് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് നടക്കാവ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നത്. അല്പസമയം മുമ്പ് KSU പ്രവർത്തകരായ 2 പേരെ ഈസ്റ്റ് ഹില്ലിൽ വെച്ചും പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ഇത് കരുതൽ തടങ്കലാണെന്നാണ് പോലീസ് പറയുന്നത്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാനായി ഗസ്റ്റ് ഹൗസിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും പ്രതിഷേധം മുഖ്യമന്ത്രി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് ഉണ്ടാകുമെന്നുള്ളൊരു കണക്കൂട്ടൽ തന്നെയാണ് പോലീസ്. അതുകൊണ്ടാണ് കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി DCPയുടെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ 2 യുവമോർച്ച പ്രവർത്തകരെയും സ്ഥലത്തു നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. ഇതിപ്പോ കിട്ടുന്നില്ല അവിടെ. മുഖ്യമന്ത്രിക്ക് ഇനിയും പരിപാടി ഉണ്ടെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ എത്രത്തോളം വലിയ പോലീസ് സുരക്ഷ ഇപ്പോൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്? ഇനിയും പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കൂടി പോലീസ് മുന്നിൽ കാണുന്നുണ്ടോ? തുടർ നടപടികളെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ കിരൺ? ഇപ്പോൾ ഏതായാലും അല്പസമയം കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഈ